ഇത് നമ്മുടെ എബിൻ്റെ വീടാണ് കേട്ടോ. നമ്മൾ ഭക്ഷ്യക്കിറ്റ് കൊടുക്കുന്ന മോൻ്റെ വീടാണ്. 5 സെൻറ്റ് സ്ഥലമാണ് ഉള്ളത്. ഇത് പതിച്ച് കിട്ടിയ ഭൂമിയാണ്. അവർ ഇങ്ങനെ അവരെ പറമ്പൊക്കെ നോക്കുന്ന വകയിൽ പതിച്ചിട്ടിട്ടുള്ള ഭൂമിയാണ്. അപ്പോൾ വീട്ടിൽ അവർക്ക് മോൻ ഹാർട്ട് ഓപ്പറേഷനും കാര്യങ്ങളും ബുദ്ധിക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ട് കുഞ്ഞിൻ്റെ അവസ്ഥ ഇതാണ്. ഈ വീട് അവർക്ക് ലൈഫിൻ്റെ പദ്ധതിയിൽ സാങ്ഷൻ ആയിട്ടുണ്ട്. 40,000 കിട്ടിയോണ്ടൊന്നും ആവില്ലല്ലോ. അപ്പോൾ മോനെ ചികിത്സിക്കലും ഭാര്യേനെ ചികിത്സിക്കലും ഒക്കെ ആയിട്ട് ചെറിയൊരു വരുമാനം, അതായത് കുറച്ച് മീനെടുത്ത് വിറ്റിട്ടാണ് ഇപ്പോൾ ഡെയിലിയുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ടീച്ചേഴ്സ് മുഖേന ഇവിടുത്തെ അവസ്ഥ അയച്ചു തന്നപ്പോൾ നമ്മൾ ടർപ്പോളിൻ അത്യാവശ്യമുള്ള പെട്ടെന്ന് ചെയ്തു കൊടുക്കാൻ പറ്റുന്നതെന്ന് ഓർത്തിട്ടാണ് ഇവിടെ 2 ടർപ്പോളിന് ഒരു വീടിനെ കണക്കാക്കിയാണ് വന്നത്. പക്ഷേ എൻ്റെ മുകളിലേക്ക് മരം വല്ലാണ്ട് ചാഞ്ഞൊരവസ്ഥയിലാണ്. മൊത്തം പൊട്ടിപ്പൊളിഞ്ഞൊരു പെര. ഇത് അവർക്ക് എന്താ പറയുക, നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു അവസ്ഥയാണ്. എൻ്റെ വീടാണെങ്കിലും എത്ര ബക്കറ്റുകൾ വെച്ചിട്ടാണെന്നറിയോ ഈ രാത്രി കഴിച്ചു കൂട്ടുന്നത്. അപ്പോൾ അത് വെച്ച് കൊടുക്കാനോ മാറ്റി പാർപ്പിക്കാനോ പറ്റുവാണെങ്കിൽ വലിയൊരു ഉപകാരമായിരിക്കും. അത്രയും ദയനീയ അവസ്ഥയുള്ളൊരു കുടുംബം. ദൈവം എല്ലാവർക്കും ഈ അവസ്ഥയെന്നല്ല, പക്ഷെ കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു വേദന. നമുക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾക്ക് ഭക്ഷ്യക്കിറ്റ് എത്തിച്ചു കൊടുക്കുന്നുണ്ട്, അത്യാവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നല്ലാതെ ഈ വീടിനെ അവർക്കൊന്ന് സേഫായിട്ട് താമസിക്കാൻ പറ്റുന്നൊരവസ്ഥയിലേക്ക് ഈ വീട് എത്തിക്കാൻ ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് സാധിക്കില്ല എന്തായാലും. അപ്പോൾ കഴിയുന്നവർ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ വീടൊക്കെ വെച്ച് കൊടുക്കുന്നവരുണ്ടെങ്കിൽ അവരിലേക്കൊന്ന് എത്തിക്കുകയാണെങ്കിൽ ഈ കുടുംബത്തിന് വലിയൊരു സഹായമായിരിക്കും. അത്രയ്ക്ക് അവസ്ഥയിലാണ് കേട്ടോ ഈ വീടുള്ളത്.